മൊത്തത്തിൽ പടം ഗംഭീരമായിട്ട്, കാരണം നമുക്ക് ആ ഇത്തരത്തിലൊരു കഥയിലേക്ക് പോകും നമ്മൾ. പിന്നെ ഇതിനകത്തുള്ള ഒരു കാര്യം വെച്ചാൽ ഒരുപാട് കുടുംബ പ്രേക്ഷകർ വിചാരിക്കും തുടരുമെന്നൊക്കെയുള്ള സത്യനന്ദിക്കാട് അത്തരത്തിലുള്ളൊരു സ്റ്റോറിയായിട്ട് അത് മുഴുവൻ ആസ്വദിക്കാമെന്നും പറഞ്ഞ് വരുന്നവരുണ്ടാവും. പക്ഷേ അതല്ല, അതിനകത്ത് കഥ ശരിക്കും സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ആ കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു. തീർച്ചയായും മോഹൻലാലിൻ്റെ ഓരോ ഫിംഗർ ടു ഹെഡ് എന്ന് പറഞ്ഞാൽ ഓരോ ചലനങ്ങൾ, ആ ബോഡി ലാംഗ്വേജ് എല്ലാം ശരിക്കും അഭിനയത്തിൻ്റെ ഒരുപാട് മുഹൂർത്തങ്ങൾ നമുക്ക് കാണാൻ കഴിയും. രണ്ടുപേരും കോമ്പിനേഷൻ വരുമ്പോൾ നമുക്ക് പ്രേക്ഷകർ കുറവാണ്, കോമ്പിനേഷനിൽ അഭിനയ സാധ്യത കുറവാണ്. എങ്കിൽ കൂടിയും ചില മുഹൂർത്തങ്ങൾ നമുക്ക് എടുത്ത് പറയാൻ കഴിയും. ശോഭനയും മോഹൻലാലുമായിട്ടുള്ള കോമ്പിനേഷനിൽ ചില മുഹൂർത്തങ്ങൾ ശരിക്കും ഉണ്ട്. എന്നാലും കൂടുതൽ നമ്മളതിലില്ല, അതിനേക്കാൾ ഉപരി ആ കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു. ഈ നാഗവല്ലിയൊക്കെ വീണ്ടും കാണാൻ കഴിഞ്ഞു? ഇല്ല, അങ്ങനെയല്ല, നാഗവല്ലി എന്നുള്ളതല്ല, അത് അത്തരത്തിൽ നാഗവല്ലി എന്ന് പറയാൻ പറ്റില്ല. ആ കഥാപാത്രം എന്താണോ അത്, ആ നാഗവല്ലി നമ്മളെ മനസ്സിൽ കിടക്കണോണ്ട് ആ ഒരു റിസംബ്ലൻസ് തോന്നിയെന്നുള്ളതേ ഉള്ളൂ.